Hi everyone, this is me Farah and now you're watching Journal Vault, so welcome back to my channel. അധികം വളച്ചൊടിക്കാണ്ട് നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു വിൻറ്റേജ് തീം ജേർണൽ ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ജേർണൽ ബുക്ക് ഉണ്ടാക്കാനൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ജേർണൽ ബുക്ക് അല്ല, അതിൻ്റെ കവർ പേജ് ആണ്. ഒറ്റ നോട്ടത്തിൽ ഈ ബുക്കിൻ്റെ കവർ പേജ് ലെതർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്താന്നേ ആരും പറയും. അതായത് ലെതർ മെറ്റീരിയലൊന്നും യൂസ് ചെയ്യാതെ ചീപ്പായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കവർ പേജ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. പക്ഷേ എങ്കിലും ഞാനിതിൽ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും. ബട്ട് എങ്കിലും അതിൽ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് അതും കൂടെ വെച്ചേക്കുന്നത്. ഇനി ബുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിതിൽ ബുക്ക് ഉണ്ടാക്കിയേക്കുന്നത് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടാണേ. അപ്പോൾ ആദ്യം തന്നെ A4 ഷീറ്റ് എടുത്തിട്ട് ഏത് സൈസിലാണോ നമുക്കത് ആവശ്യമുള്ളത് ആ ഒരു സൈസിലോട്ട് അതിനെ മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് എല്ലാം കീറിക്കളയാം. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റൊന്ന് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ക്യാനിൽ കത്തിച്ച് വെച്ചതിന് ശേഷം ഞാൻ ചെയ്തെടുത്തതാണേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. ഇനി ഈ പേപ്പറിന് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ബ്രൗൺ കളർ ചെയ്തെടുക്കണം. ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തത് കോഫി പൗഡർ യൂസ് ചെയ്യാനാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കോഫി പൗഡർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്രൗൺ പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ബ്രൗൺ പെയിനും കോഫി പൗഡറും കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചായപ്പൊടി എടുത്താലും മതി. പക്ഷെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടി വരും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വേറൊന്നുമല്ല, ഗിവ് അവേയുടെ കാര്യമാണ്. കുറേ പേര് ഗിവ് അവേ വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഗിവ് അവേ നടത്താം. ഒരാളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ആൾക്ക് മാത്രം ഗിഫ്റ്റ് സെൻഡ് ചെയ്തെടുക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് കുറേ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ നല്ലതല്ലേ ഇതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഒരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് 5 പേർക്കും കൂടെ കൊടുക്കുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കൂടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന ഗിവ് അവേയിൽ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ കുറേ അധികം കമൻറ്റ്സ് ഇടണ്ട. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 കമൻറ്റ്സ് മതി. കാരണം നമ്മൾ ഈ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണേ. അതുകൊണ്ട് തന്നെ ഈ കുറേ അധികം കമൻറ്റ്സ് ഇടുന്നവരതൊന്നും അതിൽ സാധാരണ വരാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 കമൻറ്റ്സ് ഇട്ടാൽ മതിയേ. ഈ ഒരു ഗിവ് അവേയിൽ കുറേ അധികം ഐറ്റംസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ് നമ്മളിപ്പോൾ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലിറ്ററലി ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി എ സബ്സ്ക്രൈബർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗിവ് അവേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ബുക്ക് ഉണ്ടാക്കിയതൊക്കെ കണ്ടല്ലോ. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യേണ്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇനി അവസാനത്തേക്ക് വെച്ചാൽ മറക്കും. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ടൊന്നും ചെയ്തേക്ക്. ചിലപ്പോൾ നമ്മൾ കണ്ടെന്നേ വരില്ല. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബുക്ക് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലെതർ എന്ന വ്യാജേന നമ്മൾ ഉണ്ടാക്കുന്ന കവർ പേജിൻ്റെ പണി തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് അത് നിവർത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി ഇത് ഫുള്ളൊന്ന് ബ്രൗൺ പെയിൻ്റ് അടിച്ചെടുക്കാം. പെയിൻ്റ് അടിച്ച് അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിയർ ഗ്ലൂവോ ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിക്ക് ഡ്രൈ ആക്കി എടുക്കണേ. എനിക്കിവിടെ 1 ഡേ എടുത്തു ഡ്രൈ ആയി കിട്ടാൻ. ഇതാണ് നമ്മുടെ ലെതർ മെറ്റീരിയലിൻ്റെ സീക്രട്ട്. ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ, ഈ കവർ പേജ് ആ ബുക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടേ ഇതുപോലെ വല്ല ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചാക്കില്ലേ, അതുമേലുള്ള ചാക്കുന്നൂല് എടുത്താലും മതി. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ഡ്രൈഡ് ലീവ്സോ ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെല്ലോ ടാപ്പിൽ കവർ ചെയ്തതിന് ശേഷം ഈ ജൂട്ട് ത്രെഡിൻ്റെ അറ്റത്തായിട്ട് വെച്ചെടുക്കാം. ഇതോടുകൂടി ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഞാൻ ഈ ജേർണൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പേര് ഞാൻ ഈ ജേർണൽ ബുക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഓൾറെഡി പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം ലൈൻസ് മാത്രം എഴുതി സൂക്ഷിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പേരൊക്കെ ഇതിന് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് എഴുതി കൊടുത്തതാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ വിൻറ്റേജ് തീം ജേർണൽ ബുക്ക്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ വഴി വന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്ത് വെക്കാം.